എസ് അനീഷ് കുമാറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അനീഷ്, മുഖ്യമന്ത്രി ഇന്ന് എത്തുകയാണ്, അവിടെ LDF കൺവെൻഷന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ്. പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ആവേശം ഇരട്ടിയാകും എന്നുള്ളതിൽ തർക്കമില്ല. പ്രചാരണം അത് ഇരട്ടി ശക്തി ആർജിക്കും. അതിനപ്പുറം ഇവിടെ ഇപ്പോൾ അൻവർ ഒരു വലിയ വിഷയമായി നിൽക്കുകയാണ്. കോൺഗ്രസിന് അൻവർ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറം അൻവർ ഉയർത്തുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ടല്ലോ സർക്കാരിനെതിരെ. പിണറായിസത്തിനെതിരായ പോരാട്ടം എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അപ്പോൾ അതിന് പിണറായി മുഖ്യമന്ത്രി എന്ത് മറുപടി നൽകും എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിലെ ഏറെ ആകാംക്ഷ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല UDFനും തക്കതായ ഒരുപാട് മറുപടികൾ നൽകാൻ മുഖ്യമന്ത്രിയുടെ പക്കൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നതും, അല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 2 വട്ടം വോട്ട് തേടിയത് PV അൻവറിനായാണ്. ആ സ്ഥാനാർത്ഥി എതിർവശത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഘടകം. നേരത്തെ മുതൽ തന്നെ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആദ്യ 1-2 ഘട്ടത്തിൽ മറുപടി പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കുകയായിരുന്നു. പിന്നീട് ഈ അൻവറുമായി നേരിട്ടുള്ള ഒരു വാക്പോരിന് തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കറിവേപ്പില പരാമർശത്തിൽ കൂടിയാണ് അൻവറിനെ ഒഴിവാക്കിയത്. CPM നേതാക്കൾ പലപ്പോഴും അങ്ങനെയാണ്. അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അൻവറിനെതിരായ വിമർശനങ്ങൾ ഇങ്ങനെ നിരന്തരമായി തുറന്നു ിക്കുന്ന ഒരു സാഹചര്യം വരുത്താതെ ബോധപൂർവം സൃഷ്ടിച്ച്, അതായത് അൻവറിനെ അവഗണിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സാഹചര്യമാണ്. മറുവശത്തിപ്പോൾ സ്വരാജ് ആവട്ടെ, മറ്റ് CPM നേതാക്കളാവട്ടെ, എല്ലാവരും ഈ സർക്കാരിന്റെ 9 വർഷത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ട് നേടിത്തരും എന്നൊരു കൃത്യമായ കണക്കൂട്ടലിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഈ നിലമ്പൂരിലെ ആളുകളോട് തന്നെ ചോദിക്കാം. ഇവിടുത്തുകാരല്ല, ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല. അല്ല, ഇവിടെ ഇലക്ഷൻ ആണെന്നുള്ള കാര്യം അറിയോ? അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മക്കറിയില്ല. അതറിയില്ല. നാട്ടുകാരാണ്, അവര് ഇക്കാര്യത്തെ പറ്റിയൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, ഇലക്ഷനൊക്കെ എങ്ങനെയായി? ഓളമായി തുടങ്ങിയോ? ഇലക്ഷനൊക്കെ ഉഷാറായി തുടങ്ങുന്നുണ്ട്. പിന്നെ എന്തുവാ പ്രത്യേകിച്ച് പറയാം, 3 ശക്തനായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ആരെയും തള്ളാൻ പറ്റില്ല. അത്ര നമുക്ക് പറയാനുള്ളൂ. രാജിവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ എത്തിയത്, അല്ലേ? അൻവറിനെ കൂട്ട് ചെയ്തവരാണോ നേരത്തെ? അൻവർ നോട്ട് ചെയ്തവരൊക്കെയാണോ നേരത്തെ? അങ്ങനെയൊന്നുമില്ല. അൻവർ രാജിവെച്ചത് ശരിയായെന്ന് തോന്നുന്നുണ്ടായിരുന്നോ, അതോ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി എത്തിയ തെരഞ്ഞെടുപ്പാണ്? അങ്ങനെ ഉണ്ട്, ജനങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. അനാവശ്യമായ തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ മുഖ്യമന്ത്രിയൊക്കെ കളത്തിലെത്തുവാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. ആവേശത്തിലേക്ക് കടന്നു. ആവശ്യത്തിൽ കടന്നു. ഈ അൻവർ മത്സരിക്കുവോ ഇല്ലയോ എന്നുള്ള സംശയം. അൻവർ ഇപ്പൊ മത്സരിക്കണമെന്നില്ല എന്നാ പറയുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കരുതുന്നത്? ശരിക്കും മത്സരിക്കുമെന്നാണോ? അല്ല, മത്സരിക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ഇതാണ് ആളുകൾക്കും ഒരു വ്യക്തതയില്ല. കാരണം അവരുടെ MLA ആയിരുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടുള്ളത്. ചേട്ടാ, ഇലക്ഷനൊക്കെ എവിടെ വരെയായി? ഓളൊക്കെ ആയി തുടങ്ങിയോ? തുടങ്ങി. ഇവിടെ ബാലമാപ്പട്ടി ജയിക്കാതെ. ആരേക്കും? ജയിക്കാതെ. അൻവർ മത്സരിക്കുമോ? അൻവർ മത്സരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അൻവർ മത്സരിച്ചാൽ എങ്ങനെയാവും സാധ്യതകള്? അൻവർ മത്സരിക്കുവാണെങ്കിൽ എങ്ങനെയാവും സാധ്യതകള്? കണക്കാ. അയാളെ കാര്യം കണക്കാരെ ആണോ? അയാളൊക്കെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അയാൾ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ പറയാൻ കാര്യം അയാൾ നിന്നിട്ട് കാര്യമില്ല. അതന്നെ അയാളിങ്ങനെ കാട്ടിക്കൂട്ടില്ല. അല്ല, 2 തവണ കൂടെ MLA ആയിരുന്നു. അതൊന്നും കാര്യമില്ല. അയാളിന് MLA നിന്നിട്ട് കാര്യമൊന്നുമില്ല. അയാൾ മത്സരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മത്സരിച്ചോട്ടെ, നല്ല കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല? ഒരു കുഴപ്പം വരില്ല. വലിയ ഭൂരിപക്ഷം ജയിക്കും. ഒരു വർഷം ജയിക്കും. ഈ സ്വരാജ് വന്നേക്കുന്നത് നിങ്ങളെ ബാധിക്കില്ലേ? എന്ത് ബാധിക്കും? എന്താ, സ്വരാജ് വല്ല കരുത്തനായ ആളല്ലേ? അതൊന്നും കാര്യമില്ല. ആയൊക്കെ തോട്ടി. ഇതാണ് നാട്ടുകാരായ ആളുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ആവേശം മെല്ലെ മെല്ലെ എത്തി തുടങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിൽ മനസ്സിലാവുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് കളത്തിലെത്തുമ്പോൾ LDF ക്യാമ്പ് വലിയ ആവേശത്തിലാവും. ഇന്നലെ ആണ് LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തിയത്. വലിയ സ്വീകരണം, ആവേശകരമായ വരവേൽപ്പാണ്. അതായത് അദ്ദേഹം ഷൊർണൂരിൽ നിന്നും ട്രെയിൻ കയറിയപ്പോൾ മുതൽ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിക്കാനായി LDF പ്രവർത്തകർ തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ച. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ അദ്ദേഹത്തിന് ആവേശോജ്വല സ്വീകരണം നൽകി വലിയ റോഡ് ഷോ, അതായത് ഉച്ചതിരിഞ്ഞാണ് റോഡ് ഷോ നിശ്ചയിച്ചെങ്കിൽ പോലും രാവിലെ അദ്ദേഹം സ്ഥലത്തെത്തിയ സമയം മുതൽ ഒരു റോഡ് ഷോ ആയി അദ്ദേഹത്തിന്റെ യാത്ര മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം മറുവശത്തും അതേ ആവേശം പ്രകടമായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോയിരുന്നു. ആ പത്രികാ സമർപ്പണത്തിനായുള്ള ഇറക്കം, ആ യാത്രയും ഒരു വലിയ ആവേശകരമായ റോഡ് ഷോയായി മാറുന്നു. മണിക്കൂറുകളോളം
ഈ ചെറുപട്ടണം ഗതാഗതക്കുരുക്കിലാവുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മറുവശത്ത് BDJSന്റെ സ്ഥാനാർത്ഥി ഇന്നെത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ 3 മുന്നണികളും കളത്തിലിറങ്ങി കഴിഞ്ഞു. അവസാനവട്ട അനുനയ നീക്കങ്ങൾ അൻവറുമായി കോൺഗ്രസ് നടത്തുന്നു. ഒരുപക്ഷെ അൻവർ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ആവേശകരമാക്കുന്ന ഒരു ഘടകം. ഇന്നലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്ന് രാവിലെ പറയുന്നു, ഉച്ചതിരിഞ്ഞുണ്ടെന്ന് പറയുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം ഇന്നെങ്കിലും എത്തുമോ, അല്ലെങ്കിൽ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന നിമിഷം വരെ ആ സസ്പെൻസ് തുടരുമോ എന്നത് തന്നെയാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.